നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം ആസ്തി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചന്ദ്രേഷ്. നമ്മളുടെ എല്ലാവരുടെയും ഒരു കംപ്ലൈൻ്റാണ് നമ്മളുടെ ഓർക്കിഡിന് പൂവാകുന്നില്ല എന്നുള്ളൊരു പൊതുവെ കേൾക്കുന്നൊരു പരാതിയാണ്. പൂ വരുന്നില്ല എന്നുള്ളത്. നമ്മളങ്ങനെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. പൂ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓർക്കിഡിനെ അതുപോലെ കെയർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല പൂക്കൾ കിട്ടുകയുള്ളൂ. നമ്മൾ ചുമ്മാ കുറേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഫെർട്ടിലൈസർ അതിന് ആവശ്യമുള്ള സമയത്ത് നല്ല രീതിയിൽ കൊടുക്കണം. അതിന് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ മെച്ചൂർ പ്ലാന്റിനാണ് നമ്മൾ പൂക്കാനുള്ള ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത്. ഇതിൻ്റെ തണ്ടിൻ്റെയൊക്കെ വണ്ണം കണ്ടോ നിങ്ങൾ? ഇതുപോലെ വണ്ണമായി വരുന്ന മെച്ചൂർ പ്ലാന്റായി പൂക്കാറായി എന്ന് നമുക്കൊരു ഐഡിയ വരും. പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ പ്രായമെത്തിയെന്ന് മനസ്സിലായാൽ നമ്മൾ അതിനനുസരിച്ചുള്ള വളമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ആരും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. വളവും കൊടുക്കണം, അതുപോലെ അതിനുള്ള ലൈറ്റ് വേണം. അങ്ങനെയുണ്ടെങ്കിലൊക്കെ മാത്രമേ അത്രയും എല്ലാം കൂടെ ഒത്തു വന്നാൽ മാത്രമേ നമ്മുടെ ഓർക്കിഡ് പൂക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് ചുമ്മാ ഇങ്ങനെ വളർന്നു പോകും. ഇതൊക്കെ ഏകദേശം മെച്ചറായ പ്ലാന്റുകളാണ്, പൂ വരാറായതാണ്. നമ്മളിപ്പോൾ ഇതിന് ഫെർട്ടിലൈസർ കൊടുത്താൽ എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ നമുക്ക് പൂക്കൾ കിട്ടും. അപ്പോൾ ഇന്ന് ആ ഒരു ഫെർട്ടിലൈസറാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആരും നമ്മളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നമ്മളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോഴാണ് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. പിന്നെ നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ആഗ്രഹമല്ലേ ഓർക്കിഡ് വളർത്തുക, അതിൽ നിന്നൊരു പൂ കിട്ടുക എന്നൊക്കെ. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണത്. അപ്പോൾ നമുക്കിന്ന് ആ വളം എന്താണ്, അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതെങ്ങനെ ഡയല്യൂട്ട് ചെയ്യണം, ഇതൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നമുക്കപ്പം അത് നോക്കാം എന്താണ് എങ്ങനെയാണെന്നൊക്കെ. നമ്മുടെ വളം ഇതാണ് കേട്ടോ. ഇത് ഞാൻ നമ്മുടെ ഈ സ്പെയറിൽ എപ്പോഴും പറയും, ആദ്യമായിട്ട് കാണുന്നവർക്കായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് 5 ലിറ്ററിൻ്റെ സ്പ്രെയറാണ് നമ്മൾ ഇതിലേക്കാണ് നമ്മൾ എപ്പോഴും വളം ആഡാക്കുന്നത്, എന്നിട്ടാണ് ഡയല്യൂട്ട് ചെയ്യുന്നത്. ഇത് 5 ലിറ്ററിൻ്റെയാണ് ഈ സ്പ്രെയർ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ ഈ വളം ഈ ഒരു സ്പൂണിന് 5 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഉണ്ടോ? ഈ ഒരു സ്പൂണിന് 5 സ്പൂണാണ് ഈ ഒരു വളം ഞാൻ നമ്മുടെ ഈ സ്പ്രെയറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നിറയെ വെള്ളം ഒഴിക്കും. വളം എന്തൊക്കെയാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം. ആദ്യമേ ഞാൻ ഇതിനൊക്കെ വളം മിക്സ് ചെയ്ത് ഡയല്യൂട്ട് ചെയ്തിട്ട് നിങ്ങളോട് ഇതെന്താണ് വളം എന്നൊക്കെ പറയാം കേട്ടോ. നമ്മുടെ ആ സ്പ്രെയർ നമുക്ക് കംപ്ലൈൻ്റ് ആയിപ്പോയി. ഞാൻ അതെല്ലാം മിക്സ് ചെയ്ത് വന്നതാണ്, പക്ഷേ എന്തോ അതിനകത്ത് ലീക്ക് ആവുകയാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് എല്ലാം ഡയല്യൂട്ട് ചെയ്തെടുത്തതാണ്. ഇത് ഈ ചെറിയ സ്പ്രെയറിലേക്ക് ഒഴിച്ചു. അപ്പം ഇതിൻ്റെ വളം നമ്മൾ ഡയല്യൂട്ട് ചെയ്യുന്നു 1 ലിറ്റർ വെള്ളത്തിന് 5 ഗ്രാം. അതാണ് അതിൻ്റെ കണക്ക്. അതാണ് ഞാൻ ആ സ്പൂൺ കാണിച്ചത്. ഇനിയിപ്പോൾ ഇത് നമ്മളിത് അറിയാലോ, ഈ രീതിയിൽ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ തണ്ടിലും ഇലയിലും ഒക്കെ വീഴണം. അങ്ങനെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നോക്കണം, സീലിങ്സിന് ഈ വളം ഒരിക്കലും കൊടുക്കരുത് കേട്ടോ. മെച്ചൂർ പ്ലാന്റുകൾക്ക് മാത്രമേ നമ്മളിത് കൊടുക്കാവുള്ളൂ. പിന്നെ നമ്മൾ ആദ്യം കൊടുത്തത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, സാഫാണ് നമ്മൾ കൊടുത്തിരുന്നത്. സാഫ് ഫസ്റ്റ് കൊടുത്തിട്ട് ബാക്കി നമ്മൾ വളം കൊടുക്കുന്നത്. അത് നിങ്ങൾ മറന്നു പോകല്. നമ്മുടെ ഈ ചാനൽ കാണുന്നവർക്കെല്ലാം അത് അറിയാം. ഇപ്പം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പഴയ ആ വീഡിയോസൂടെ ഒന്ന് കാണുക. അപ്പം നമ്മൾ ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ മഴക്കാലത്ത് നമ്മൾ സാഫ് മറക്കാതെ നമ്മൾ പ്ലാന്റിന് കൊടുക്കണം. ഇങ്ങനെ അങ്ങ് ഇത് നല്ല രീതിയിൽ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. സീലിങ്സിന് ഒരു കാരണവശാലും കൊടുക്കരുത് കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ മുട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ വളമെന്ന് കാണണ്ടേ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതൊക്കെ നമ്മുടെ സെയിലിനുള്ള പ്ലാന്റുകളാണ് കേട്ടോ. നമ്മുടെ മെച്ചൂർ പ്ലാന്റ് എല്ലാം ബഡ് വരാറായ പ്ലാന്റുകളാണ്. ആവശ്യമുള്ളവർ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഇന്നത്തെ വളം ഇതാണ് മിറാക്കിൾ മിക്സ്. ഇതിൻ്റെ റേഷ്യോ നിങ്ങൾ നോക്കിക്കോണം, 13-27-27. ഈ വളമാണ് നമ്മൾ ഇന്ന് കൊടുത്തത്. ഒന്നുകൂടി ഞാൻ പറയാം, 1 ലിറ്റർ വെള്ളത്തിന് 5 ഗ്രാം എന്ന കണക്കിൽ ഡയല്യൂട്ട് ചെയ്തിട്ടാണ് സ്പ്രേ ചെയ്യേണ്ടത്. സീലിങ്സിന് ഒരു കാരണവശാലും കൊടുക്കരുത്, മെച്ചൂർ പ്ലാന്റിന് മാത്രമേ കൊടുക്കാവുള്ളൂ. ഇത് നമ്മൾ മിക്സ് ചെയ്ത് 2 ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും ഇത് വളം കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ വളം
കൊടുക്കുന്നതിന് മുമ്പ് നനയ്ക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ മഴ പെയ്ത് നനഞ്ഞിരിക്കുകയാണ് നമ്മുടെ പ്ലാന്റുകളെല്ലാം. പിന്നെയും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ഓവറാകും വെള്ളം. അതുകൊണ്ട് നനയ്ക്കേണ്ട ആവശ്യമില്ല, വളം മാത്രം കൊടുത്താൽ മതി. അപ്പം ഈ വീഡിയോയും എല്ലാവർക്കും ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാം.